ഏറ്റവും നേരിട്ട് ആദ്യം ബാധിക്കുന്നത് ഈ ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് ആരോഗ്യ വകുപ്പിന് മറ്റെല്ലാ വകുപ്പുകൾക്കും കൊടുക്കാവുന്നത്ര ഇളവ് കൊടുക്കാൻ പറ്റില്ല. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞല്ലോ, ഞാൻ എടുത്തത് കൊണ്ട് ഇത് മുൾക്കിരീടമാകും എന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. അദ്ദേഹം ഇതിനു മുമ്പ് അത്ര വലിയ മുൾക്കിരീടം ഒന്നും എടുത്തു വച്ചിട്ടില്ല. അതാണ് യാഥാർത്ഥ്യം. അത് അദ്ദേഹം തന്നെ അങ്ങനെ വിഷയത്തെ ആ മട്ടിൽ ഒന്ന് ലഘൂകരിക്കാനോ അങ്ങനെ ഒക്കെ കൈകാര്യം ചെയ്യാനോ ശ്രമിക്കുന്നതാണ്, തമാശ മട്ടിൽ. യഥാർത്ഥത്തിൽ അദ്ദേഹം ഏത് മുൾക്കിരീടം എടുത്തു വെച്ചത്? അദ്ദേഹത്തിന് മുൾക്കിരീടമാകുന്ന പണി അദ്ദേഹം ഒപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം KPC പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഒരു കാര്യമില്ലാതെ വകുപ്പ് മന്ത്രി, ഈ വൈദ്യുതി മന്ത്രിയാവാൻ ഇറങ്ങി പുറപ്പെട്ടിട്ടു. അത് സ്വാഭാവികമായിട്ടൊരു മുൾക്കിരീടമായി മാറി. കാരണം അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. ഇങ്ങനെയൊക്കെ അദ്ദേഹം സ്വയംകൃതാനർത്ഥങ്ങളെ അദ്ദേഹത്തിന് മുൾക്കിരീടമായിട്ടുള്ളൂ. അല്ലാതെ എന്ത് മുൾക്കിരീടമാണ് അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുള്ളത്? അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവായി എല്ലാ കാലത്തും പരിഗണിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഇതിൽ ന്യായവാദമല്ല ഇതിൽ നിന്ന് ഈ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. കാരണം കഴിഞ്ഞ 10 വർഷം സമാനതകളില്ലാത്ത കേരളത്തെ ഈ രോഗങ്ങളെല്ലാം ആക്രമിച്ച കാലമാണ്. അതിന് പല കാരണങ്ങൾ പറയുന്നുണ്ട്. വിശദമായ പഠനങ്ങളിൽ നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനം അടക്കം ഇതിനകത്ത് ഇത്തരം രോഗവ്യാപനങ്ങൾക്കൊക്കെ പ്രധാനപ്പെട്ട ഒരു കാരണമായി വന്നു ഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഘടകങ്ങളാണ്. ഇതിൽ മഴക്കാലപൂർവ്വ ശുചീകരണം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. സനീഷ പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ടല്ലോ, അതായത് ഇവർ 10 ദിവസമെങ്കിൽ ആ 10 ദിവസം കാലതാമസം വരുത്തിയത് ഈ സമയത്തായിരുന്നു എന്നുള്ളതൊരു ചെറിയ കാര്യമല്ല. കാരണം ഇതുകൊണ്ട് ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുകയാണ്. ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്വം ഇവർ പറഞ്ഞേ പറ്റൂ. അതിന് മഴക്കാലപൂർവ്വ ശുചീകരണം പാളി എന്ന് നിസ്സാരമായി അങ്ങനെ പറഞ്ഞു പോകാൻ കഴിയില്ല. മാത്രമല്ല, എങ്ങനെയാണ് അതങ്ങനെ പാളുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക? ഇനിയിപ്പോൾ മുൻ സർക്കാരിനാണ് ഇതിൽ ഉത്തരവാദിത്വമെങ്കിൽ അത് പറയണം, ഉത്തരവാദിത്വമെങ്കിൽ അത് പറയണം. കാരണം തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് നേരിട്ട് ഈ തെരഞ്ഞെടുപ്പുമായി അങ്ങനെ നേരിട്ട് ബന്ധമുള്ള സാഹചര്യമൊന്നുമില്ല. ഇപ്പോൾ കോഡ് ഓഫ് കോൺടാക്ട് വരും, വലിയ കോൺട്രാക്റ്റുകൾ കൊടുക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെയുള്ള ചില സാഹചര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമാണ്, വാസ്തവമാണെങ്കിൽ കൂടി ഒരു കരുതൽ നടപടി ഈ കാര്യത്തിൽ സ്വീകരിക്കേണ്ടേ? ജനത ഈ ചത്തുകെട്ട് പോകാതിരിക്കണം എന്നുള്ള ഒരു ചിന്ത ഏത് സർക്കാരിനായാലും ഉണ്ടാവേണ്ടതല്ലേ? ആ നിലക്കുള്ള ഇടപെടൽ വേണ്ടേ? അത് യഥാസമയം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇക്കാര്യത്തിൽ ഒഴികഴിവ് പറഞ്ഞ് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതിപ്പം ഉൾക്കിരീടം തന്നെയാണ്, ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം ഇത് ജനങ്ങളുടെ ജീവനെ ബാധിക്കുന്ന പ്രശ്നമാണ്. അക്കാര്യത്തിൽ ഒരു കെടുകാര്യസ്ഥത ഉണ്ടായിട്ടുണ്ട്, വീഴ്ച ഉണ്ടായിട്ടുണ്ട്, ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ട് വകുപ്പിൽ എന്നൊക്കെയുള്ള ആരോപണം ഉയരുന്ന സാഹചര്യം. ഈ സമയത്ത് ഒരു മടിയുമില്ലാതെ ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റാനായിട്ട് ശ്രമിക്കുന്നുണ്ടല്ലോ. ഞാൻ പറയുന്നത്, ഒരു ഭരണം മാറിയാൽ ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റമൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാവും. അത് ഏത് സർക്കാരായാലും ഉണ്ടാകും. ഈ ഒരുപക്ഷെ ഇത്തവണ അത് ഇച്ചിരി കൂടുതലാണ്. കാരണം 10 വർഷത്തിന് ശേഷമുള്ള ഒരു വരവാണ്. 10 വർഷം നമ്മുടെ സംഘടനക്കാരെല്ലാം വല്ലാതെ കഷ്ടപ്പെട്ടതുകൊണ്ട് അവരെല്ലാം പ്രധാനപ്പെട്ട സ്ഥാനത്തിരുത്തണമെന്നൊക്കെയുള്ള ചിന്തയൊക്കെ ഉണ്ടാവും. പക്ഷേ മറ്റു വകുപ്പുകൾ ചെയ്യുന്നത് പോലെ, ഇപ്പോൾ എക്സൈസ് വകുപ്പിൽ സ്ഥലം മാറ്റുന്നത് പോലെ ആരോഗ്യവകുപ്പിൽ സ്ഥലം മാറ്റാൻ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതും ഇത്തരം ഗുരുതരമായ ഒരു സാഹചര്യത്തിൽ അത് ഒരു നിരുത്തരവാദപരമായ സ്ഥലമാറ്റങ്ങൾ ഈ സമയത്ത് ആരോഗ്യവകുപ്പിൽ ഉണ്ടാകുന്നുണ്ട്. ആരോഗ്യവകുപ്പിൽ മാത്രം ഇവർ സത്യം പറഞ്ഞാൽ കുറച്ച് കാത്തു നിൽക്കാറുണ്ട്. ഈ ഉദ്യോഗസ്ഥർ 10 വർഷം ഒരേ കസേരയിലൊക്കെ ഇരുന്ന ഉദ്യോഗസ്ഥരുണ്ട്. ഈ സ്ഥലം മാറ്റാതെ എല്ലാവരുടെയും, ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെ പോലീസിൻ്റെയൊക്കെ ആത്മവീര്യത്തെക്കുറിച്ച് വല്ലാത്ത വിചാരമായിരുന്നല്ലോ പിണറായി വിജയൻ സർക്കാരിനുണ്ടായിരുന്നത്. അതുകൊണ്ട് അവരൊക്കെ സത്യം പറഞ്ഞാൽ ആ കാലത്ത് ഈ ഉദ്യോഗസ്ഥർ എന്നുള്ളത് യഥാർത്ഥത്തിൽ, അതായത് സാധാരണ ഈ CPM ഭരിക്കുമ്പം CPIM പാർട്ടി പ്രവർത്തകർക്കാണ് അഹങ്കാരവും ഔദ്ധത്യവും ഒക്കെ ഉണ്ടാവുക എന്ന് പറയുമെങ്കിൽ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്കാണ് അത് നന്നായി ആ ഒരു തരത്തിൽ കാര്യങ്ങൾ വർക്കായത്. അതുകൊണ്ട് തന്നെ ഇവർ ഇരുന്ന കസേരയിൽ ഇരുന്ന് രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു. ഇത്തരം ഭരണനിർവഹണത്തിൽ തുടർച്ചയായി ദീർഘമായ അനുഭവ പരിചയം പലർക്കും ഉണ്ടായി എന്നുള്ളതൊരു കാര്യം. അതിൻ്റെ ഗുണമുണ്ട്. അതേസമയം തന്നെ ഇവരൊക്കെ അവിടെ ഇരുന്ന് വളരെ ഒരു സുഖകരമായ അവസ്ഥയിൽ സുഖിച്ച് അങ്ങനെ ഇരിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. അതുകൊണ്ട് തന്നെ അത് വേറെ ചർച്ചയ്ക്ക് എടുക്കേണ്ട ഒരു വിഷയമാണ് കേട്ടോ. പക്ഷേ ഞാൻ സന്ദർഭവശാൽ പറഞ്ഞു പോവുകയാണ്. കേരളത്തിൽ ഈ സർവീസ് സംഘടനകളിൽ കൂറുമാറ്റം ഏറ്റവും കൂടുതൽ സംഭവിച്ചിട്ടുള്ള കാലം ഇതായിരിക്കും കേരളത്തിൻ്റെ ചരിത്രത്തിൽ. അത്ര വേഗത്തിൽ എല്ലാ സർവീസ് സംഘടനകളിൽ നിന്നും കൊഴിഞ്ഞുപോക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുക. ഏത് ഇടതുപക്ഷ സർവീസ് സംഘടനകളിൽ നിന്ന് അപ്പുറത്തേക്കുള്ള ചാട്ടം സംഭവിച്ചുകൊണ്ടിരിക്കുക. ഒരു ഉളുപ്പും ഇല്ലാതെ ചാടാൻ മടിയില്ലാതെ ഉദ്യോഗസ്ഥർ ചാടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് കുറച്ച് കാത്തു നിൽക്കണം, കുറച്ച് അവധാനത്തോടെ കാത്തു നിന്ന് കഴിഞ്ഞാൽ ഈ കസേരയിൽ ഇരിക്കുന്നവർ തന്നെ സംഘടന മാറിക്കോളും. അതിനുള്ള പേപ്പർ ചിലവാക്കേണ്ട കാര്യമില്ല. അവരൊക്കെ സംഘടന മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ആരോഗ്യവകുപ്പിലൊക്കെ അത് പരീക്ഷിക്കാവുന്നതാണെന്നുള്ളതാണ് എൻ്റെ. കാരണം DHMനെയൊക്കെ മാറ്റുന്നതിൽ ഒരു യുക്തിസഹമായി കാരണം വിശദീകരിക്കുക പോലും ചെയ്യാതെയാണ് അതിനകത്ത് ഇടപെടൽ നടത്തിയത്.
ഓരോ സർക്കാരുകളോട് കൂറ് പുലർത്തുന്ന, അവരോട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഉദ്യോഗസ്ഥരൊക്കെ കാണും, അവരുടെ സംഘടനയിൽ പ്രവർത്തിക്കുന്നവരൊക്കെ കാണും. അവരെ കൂട്ടത്തോടെ സ്ഥലം മാറ്റുന്നതിലൂടെ മൊത്തം ആ സിസ്റ്റത്തെ ഇളക്കുക ചെയ്യുന്നത്, അത് കുഴപ്പം ചെയ്യും. അവസാനം ഇതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം ആർക്കായിരിക്കും? മന്ത്രിക്കായിരിക്കും. കെ മുരളീധരൻ തന്നെ ആയിരിക്കും. അപ്പോൾ പിന്നെ ഇത് മുൾക്കിരീടമാണ്, ഞാൻ എടുത്തു വെച്ചത് കൊണ്ടാണ് എന്നൊന്നും പറഞ്ഞ് തടി തപ്പാൻ പറ്റില്ല. കാരണം അത് കാര്യത്തിൽ ഉത്തരവാദിത്വം അദ്ദേഹം കാണിക്കേണ്ടതുണ്ട്. അദ്ദേഹം പോലും അറിയാതെ പലതും നടക്കുന്നു എന്നുള്ള പ്രശ്നം ഇപ്പോൾ ദേവസ്വം വകുപ്പിൻ്റെ കാര്യത്തിൽ അതിനകത്ത് അദ്ദേഹത്തിൻ്റെ 2 വകുപ്പാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത്. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന്, അതായത് ഇപ്പം നിപ ബാധിതരുടെ കാര്യം കളക്ടർ എന്നോട് പറയുന്നതിൽ വീഴ്ച വന്നു, അത് കളക്ടറുടെ അനുഭവ പരിചയക്കുറവാണെന്നൊക്കെ പറഞ്ഞിട്ട് ആണ് അദ്ദേഹം അതിനെ മാനേജ് ചെയ്യുക. തിരിഞ്ഞു നോക്കുമ്പോഴേക്ക് അവിടെ ആള് തിരിഞ്ഞു നോക്കുമ്പോഴേക്ക് ദേവസ്വം ബോർഡിൽ അങ്ങനെ മുഖ്യമന്ത്രി കൊണ്ടുപോയിട്ട് ആളെ അത് ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് ആദ്യം പ്രതികരിക്കുക, അല്ലെങ്കിൽ ആ മട്ടിൽ ഒരു പ്രതികരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് പിന്നെ തിരുത്തുന്നു. ശരിക്ക് ഗോളം തിരിയാത്ത ഒരു അവസ്ഥ ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. ഇത് കാണുമ്പോൾ ഇപ്പോൾ അദ്ദേഹത്തെ പരിഹസിച്ചു എന്ന് പറഞ്ഞിട്ട് പോലീസ് കേസൊക്കെ ആയിട്ടുണ്ട്. അതെ അതിന്റെ ചരിത്രം പിന്നെ വേറെ ഇനി ആവർത്തിക്കപ്പെടാനാണ്. ലക്ഷദ്വീപിനെങ്ങാണ്ട് നാട് കടത്തിയതാണ് സംഭവം. അപ്പോൾ ഇത്തരം കുഴപ്പങ്ങൾക്കെല്ലാം കാരണമാവും ഈ അവധാനതയോടെ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഈ കുഴപ്പങ്ങളിൽ പോയി ചാടുമെന്നുള്ളത് അവനവൻ ആലോചിച്ചാൽ നല്ലത്.